പിതാവ് 10 മിനിറ്റിനകം ദേവാലയത്തിലെ മുറ്റത്ത് എത്തിച്ചേരും. എല്ലാവരും റെഡിയാകണമെന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം നമ്മൾ എൻ്റെ ഓടിക്കിറങ്ങി അതിപുരാതന ഇടവകളിലൊന്നാണ് കിഴക്കമ്പലം സെയിന്റ് ആന്റണീസ് ഫൊറോന ദേവാലയം. 1725 പ്രകൃതി രമണീയമായ കിഴക്കമ്പലത്ത് പുതിയ ഒരു കത്തോലിക്ക ദേവാലയം സ്ഥാപിതമായി. 2.5 നൂറ്റാണ്ടുകൾക്ക് ശേഷം 1970 ഓഗസ്റ്റ് 9 ഇമ്മാനുവേൽ മണിയൻകോട്ടുകച്ചന്റെ നേതൃത്വത്തിൽ അന്നത്തെ അതിരൂപത സഹായത്തിന് മാർ സെബാസ്റ്റ്യൻ മങ്കുഴിക്കരിക്കുകയാണ് പുതിയ ദേവാലയത്തിന് തുടക്കം ലഭിക്കും. 1976 ഫെബ്രുവരി 15 അത്യുന്നത കർദിനാൾ മാർ ജോസഫ് പാറേക്കാട്ടിൽ പുതിയ ദേവാലയം ഉദാശ ചെയ്ത് ജനങ്ങൾ ആരാധനയ്ക്കായി തുറന്നു കൊടുത്തു. രാജ്യത്തിന്റെ നാനാഭാഗത്ത് ക്രിസ്തുവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഒത്തിരിയേറെ വൈദികരെയും സന്യസ്തരെയും അൽമായരെയും തിരുസഭയ്ക്ക് സംഭാവന ചെയ്യുവാൻ ഈ ഇടവകയ്ക്ക് ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ല. പഴങ്ങനാട്, അമ്പുനാട്, താമരശ്ശ, ചിറ്റനാട്, തെങ്ങോട്, പുക്കാട്ടുപടി, കരിമുകൾ, അമ്പലമുകൾ, ഞാറല്ലൂർ, വിലങ്ങ തുടങ്ങിയ പള്ളികളെല്ലാം ഈ ഇടവകയുടെ കുരിശു പള്ളികളായിരുന്നു. 16 ഇടവകകളെ ചേർത്തുകൊണ്ട് 2005 ഈ ഇടവക ഫൊറോനയായി ഉയർത്തപ്പെട്ടു. 23 കുടുംബ യൂണിറ്റുകളിലായി 1000-ഓളം കുടുംബങ്ങൾ ഈ ഇടവകയുടെ ഭാഗമായി ഇന്ന് നിലകൊള്ളുന്നു. 1725 സ്ഥാപിതമായി വളർച്ചയുടെ വിവിധ പടവുകൾ താണ്ടി ഇന്ന് 300 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ ത്രിശതാബ്ദി വർഷത്തിൽ പെരിയ ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് അരീക്കലച്ചന്റെ നേതൃത്വത്തിൽ പുതിയ ദേവാലയ നിർമ്മാണം പൂർത്തീകരിക്കുന്നു. എറണാകുളം അങ്കമാലി അതിരൂപത മെത്രാപ്പോലിത്തൻ വികാരി അഭിനന്ദന ജോസഫ് സാംബ്ലാനി മെത്രാപ്പോലിത്ത
പുതിയ ദേവാലയം ഉദാശ ചെയ്ത് ദൈവജനത്തിന് ആരാധനയ്ക്കായി തുറന്നു കൊടുക്കുന്ന അനുഗ്രഹീതമായ ദിനത്തിനാണ് നാം ഇപ്പോൾ സാക്ഷികളാകാൻ പോകുക. ദേവാലയ ഉദാശയുടെ തിരുക്കർമ്മങ്ങൾ ആരംഭിക്കാൻ തുടങ്ങുന്നു. അതിനൊരുക്കമായിട്ടുള്ള പ്രദക്ഷിണം ആരംഭിക്കുകയാണ്. ഏറ്റവും മുമ്പിൽ വിശുദ്ധ കുരിശ്, തുടർന്ന് സുവിശേഷ വാഹകൻ, ധൂപകലശം, തിരികൾ വഹിക്കുന്നവർ, സഹകാർമ്മികർ, മുഖ്യ കാർമ്മികൻ എന്ന ക്രമത്തിലാണ് പ്രദക്ഷിണം വരുന്നത്. നമുക്കെല്ലാവർക്കും ഗായിക സംഘത്തോട് ചേർന്ന് പ്രവേശന ഗീതം ആലപിക്കും. ദേവാലയ കൂദാശയ്ക്ക് എത്തിച്ചേർന്നിരിക്കുന്ന അഭിവന്യ മെത്രാപ്പോലീത്തായ്ക്കും സഹകാർമ്മികർക്കും വൈദികർക്കും സന്യസ്തർക്കും സമർപ്പിതർക്കും ദൈവജനത്തിനും സ്വാഗതം ആശംസിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫ്രാൻസിസ് അരീക്കലച്ചൻ. നമുക്കെല്ലാവർക്കും സ്വസ്ഥമായിരിക്കാം. അല്പം മുന്നിലോട്ട് കയറിയിരിക്കുകയാണെങ്കിൽ പുറത്ത് നിൽക്കുന്നവർക്ക് അകത്തോട്ട് വരാൻ സാധിക്കും. ആയിരത്തി 1725 മോ
മോറക്കാല പള്ളിക്കരയിലുള്ള വിശുദ്ധ മർത്ത മറിയം കത്തീഡ്രൽ ഇടവകയിൽ നിന്ന് കിഴക്കമ്പലം ഇടവക രൂപീകൃതമായിട്ട് 300 വർഷം പൂർത്തീകരിക്കുമ്പോൾ പുതിയൊരു ആലയം ദൈവം ഒരുക്കിയിരിക്കുകയാണ്. ഈ ആലയത്തിൻ്റെ കുദാശകർമ്മം നിർവഹിക്കാനായി എത്തിയിരിക്കുന്ന അഭിവന്യ മേജർ ആർച്ച് ബിഷപ്പിന്റെ മെത്രാപ്പൊലീത്തൻ വികാരി, തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പുമായ നമ്മുടെ സഭയിലെ പ്രഗത്ഭനായ വാഗ്മിയും സംഘാടകനും എല്ലാ കാര്യങ്ങളും വളരെ കൃത്യതയോടും കൂർമ്മതയോടും കൂടി തൻ്റെ ജീവിതത്തിൽ രൂപപ്പെടുത്തുകയും സ്വീകരിക്കുകയും ചെയ്തു. ഇന്ന് നമ്മളോടൊപ്പമായിരിക്കുന്ന ജോസഫ് പാമ്പ്ലാനി പിതാവിനെ കിഴക്കമ്പലം ഇടവക സമൂഹത്തിന്റെ പേരിൽ ഈ ദേവാലയത്തിന്റെ കുദാശകർമ്മം നിർവഹിക്കുന്നതിനായി ഏറ്റവും സ്നേഹത്തോടുകൂടി സ്വാഗതം ചെയ്യും. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് സഹകാർമ്മികരായിട്ട് വന്നിരിക്കുന്ന സെന്റ് ലൂസ്, ഏറ്റവും ബഹുമാനപ്പെട്ട ആൻഡോ ചേരാതിരുതിരിച്ച്, നമ്മുടെ ഇടവകയുടെ മുൻ വികാരി, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട തോമസ് പൈനാടത്തച്ഛൻ, എല്ലാവരുടെ പേരിൽ അച്ഛന്മാരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യും. ഈ ദേവാലയ കുദാശകർമ്മത്തിനായി സാക്ഷി വഹിക്കുവാനും പ്രാർത്ഥിക്കുവാനും സന്തോഷം പങ്കുവയ്ക്കുവാനും എത്തിച്ചേർന്നിരിക്കുന്ന ഏറ്റവും ബഹുമാനപ്പെട്ട എല്ലാ വൈദികരെയും സന്യസ്തരെയും സമർപ്പിതരെയും ഈ ഇടവകയിലും ഈ പ്രദേശത്തും മറ്റു സ്ഥലങ്ങളിൽ എത്തിയിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും നേതൃത്വം എല്ലാ വ്യക്തികളെയും ഇവിടെ സൈനിക ഓരോരുത്തരെയും ഏറ്റവും സ്നേഹത്തോടുകൂടി വിശുദ്ധ അന്തോണിസിന്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിന്റെ കുദാശകർമ്മം നിർവഹിക്കപ്പെടുമ്പോൾ നിങ്ങളുടെ സാന്നിധ്യ പ്രാർത്ഥനയും അനുഗ്രഹമാണ്. എല്ലാവരെയും ഒറ്റവാക്കില് സ്വാഗതം ചെയ്യുന്നു. മതസ്ഥർക്കും വെളിച്ചം പകരട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇപ്പോൾ മുഖ്യ കാർമ്മികനും സഹകാർമ്മികരും വികാരിയച്ഛനും ഇടവക പ്രതിനിധികളും ചേർന്ന ദീപം തെളിയിക്കുന്നു.
ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സുപോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, ബലഹീനരായ ഞങ്ങളെ അങ്ങ് കാരുണ്യപൂർവ്വം ശക്തിപ്പെടുത്തുകയും ഞങ്ങൾ ദൈവമേ, അങ്ങയുടെ വിശുദ്ധ സ്ഥലം എത്ര മനോഹരവും മഹനീയവുമാകുന്നു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസനായ മൂസ നിർമ്മിച്ച ആദ്യ കൂടാരത്തിൽ അങ്ങ് വസിച്ചതുപോലെ അങ്ങയുടെ സ്തുതിക്കായി ഞങ്ങൾ നിർമ്മിച്ച ഈ ആലയത്തിലും അങ്ങ് വസിക്കണമേ. സെഹിയോനോട്ടുശാലയിൽ സ്ലീഹന്മാരുടെ മേലാവസിച്ച അങ്ങയുടെ ആത്മാവിന്റെ പ്രഭയാൽ ഇതിനെ നിറയ്ക്കണമേ.
ഇവിടെ പരികർമ്മം ചെയ്യപ്പെടുന്ന അവിടുത്തെ അഭിഷിക്തന്റെ ശരീര രക്തങ്ങളുടെ രഹസ്യങ്ങൾ വഴി അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ മോചിക്കപ്പെടട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു. അത് അഹ്റോന്റെ തൈലം പോലെയാകുന്നു. തലയിൽ നിന്ന് താടിയിലേക്കും വസ്ത്രത്തിൽ നിന്ന് വിളമ്പുകളിലേക്കും ഒഴുകിയിറങ്ങുന്ന തൈലം പോലെ. സെഹിയോൻ മലയിൽ പെയ്തു വീഴുന്ന ഹെർമോനിലെ മഞ്ഞുപോലെ അത് മനോഹരമായിരിക്കും. അവിടെ തന്റെ അനുഗ്രഹവും നിത്യജീവനും കർത്താവ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു. സഹോദരന്മാർ ഒരുമിച്ച് വസിക്കുന്നത് എത്ര വിശിഷ്ടവും മനോഹരവുമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ തിരുസുതന്റെ വധുവായ തിരുസഭയെ നിത്യവിശുദ്ധിയുടെ വസ്ത്രമണിയിക്കണമേ. സഭയിൽ സ്ഥാപിതമായിരിക്കുന്ന പീഠത്തിന്മേൽ അങ്ങയുടെ അരൂപിയെ നിവസിപ്പിക്കണം. സ്വർഗീയ വസതിയെ പ്രകീർത്തിക്കുന്ന വിശുദ്ധർക്ക് ദിവ്യാനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ഇപ്പോൾ മുഖ്യ കാർമ്മികൻ അംശവടിയും മുടിയും ധരിച്ച് പ്രധാന ബലിപീഠത്തിന്മേൽ പനിനീർ തെളിക്കുകയും ധൂപിക്കുകയും ചെയ്യുന്നു. തുടർന്ന് ബെസ്ഗസുകളിലും മദ്ബഹയുടെ ഇരുവശങ്ങളിലും ദേവാലയത്തിന്റെ പ്രധാന കവാടങ്ങളിലും ഇരുവശങ്ങളിലും മാമോദീസ തൊട്ടിയിലും ആശീർവദിച്ച് പനിനീർ തെളിക്കുകയും ധൂപിക്കുകയും ചെയ്യുന്നു. ഗായക സംഘം പ്രകീർത്തനം ആലപിക്കുന്നു. നമുക്കെല്ലാവർക്കും പ്രാർത്ഥനാപൂർവം ഈ സമയം ആയിരിക്കാം. ഭൂമി മുഴുവനും അവിടുന്ന് അത്യുന്നതനാകുന്നു. ചൂടിച്ചു സഭയിൽ ശാന്തി വളർത്തണമേ. സഭയിൽ കാക്കണമേ. വിശ്വാസികൾ അവിടത്താചാര്യൻ പാപവിമോചകനും വിധികർത്താവായെത്തുമ്പോൾ പാപകടങ്ങളോർക്കരുതേ. കൽവശമാകെ തെറ്റിലും ബലിവസ്തുവായി നിന്നല്ലോ ഞങ്ങൾ സകലം കൈക്കൊണ്ടു. അങ്ങേ ഭയപ്പെടുന്നവർക്ക് അങ്ങടയാളം കൊടുത്തു. ഭൂമി മുഴുവനും അവിടുന്ന് അത്യുന്നതനാകുന്നു. ചൂടിച്ചു സഭയിൽ ശാന്തി വളർത്തണമേ.
ഭൂമി മുഴുവനിലും അവിടുന്ന് അത്യുന്നതനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങലാറ്റിന്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥ എന്നേക്കും. എന്റെ കർത്താവേ, നീ സത്യമായി ഞാൻ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അർദ്ധനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. വേദപുസ്തക വായനകളുടെ സമയമാണ്. നമുക്കെല്ലാവർക്കും സ്വസ്ഥമായിരിക്കാം. പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നുമായി 4 വായനകളാണ് ഉള്ളത്. ഒന്നാം വായന ദൈവ സാന്നിധ്യത്തിന്റെ പ്രതീകമായ സമാഗമ കൂടാരം സ്ഥാപിക്കുന്നതിനെ കുറിച്ചും അതെപ്രകാരം ക്രമപ്പെടുത്തണം എന്നതിനെ കുറിച്ചും ദൈവം മോശയോട് അരുളി ചെയ്യുന്ന വചനഭാഗമാണ് നാം ഇപ്പോൾ വായിച്ചു കേൾക്കുന്നത്. പുറപ്പാടിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വായന 40-ാം അധ്യായം 17 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. രണ്ടാം വർഷം 1-ാം മാസം 1-ാം ദിവസം കൂടാരം സ്ഥാപിക്കപ്പെട്ടു. മോശ കൂടാരമുയർത്തി അതിന്റെ പാദകൂടങ്ങൾ ഉറപ്പിച്ചു, പലകകൾ പിടിപ്പിച്ചു, അഴികൾ നിരത്തി, തൂണുകൾ നാട്ടി. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കൂടാരത്തിന്റെ വിധാനം ഒരുക്കി, വിരികൾ നിരത്തി. അവൻ ഉടമ്പടി പത്രികയെടുത്ത് പേടകത്തിൽ വച്ചു, തണ്ടുകൾ പേടകത്തോട് ഘടിപ്പിച്ചു. പേടകത്തിനു മീതെ കൃപാസനം സ്ഥാപിക്കുകയും ചെയ്തു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ സാക്ഷി പേടകം കൂടാരത്തിനുള്ളിലേക്ക് കൊണ്ടുവന്നു. അത് തിരശീല കൊണ്ട് മറച്ചു. അവൻ സമാഗമ കൂടാരത്തിൽ ശ്രീകോവിലിന്റെ വടക്കു വശത്തായി യവനികയ്ക്ക് വെളിയിൽ മേശ സ്ഥാപിച്ചു. അതിന്മേൽ കർത്താവ് കൽപ്പിച്ചതുപോലെ അവിടുത്തെ മുൻപിൽ ക്രമപ്രകാരം അപ്പം വച്ചു. സമാഗമ കൂടാരത്തിൽ മേശയ്ക്കെതിരായി ശ്രീകോവിലിന്റെ തെക്ക് വശത്ത് വിളക്കുകൾ സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ കർത്താവിന്റെ മുൻപിൽ വിളക്കുകൾ വെച്ചു. സമാഗമ കൂടാരത്തിൽ തിരശീലയുടെ മുമ്പിൽ ധൂപാർച്ചനയ്ക്കുള്ള സ്വർണ്ണപീഠം സ്ഥാപിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ അതിന്മേൽ പരിമള ദ്രവ്യങ്ങൾ പുകച്ചു. കൂടാരത്തിന്റെ വാതിൽക്കൽ തിരശീല തൂക്കിയിട്ടു. കർത്താവ് കൽപ്പിച്ചതുപോലെ സമാഗമ കൂടാരത്തിന്റെ വാതിൽക്കൽ ദഹന ബലിപീഠം സ്ഥാപിക്കുകയും അതിന്മേൽ ദഹനബലിയും ധാന്യബലിയും അർപ്പിക്കുകയും ചെയ്തു. സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ ക്ഷാളന പാത്രം വച്ച് അതിൽ ക്ഷാളനത്തിനുള്ള വെള്ളമൊഴിച്ചു. ഈ വെള്ളം കൊണ്ടും മോശയും അഹറോന്റെ പുത്രന്മാരും കൈകാലുകൾ കഴുകി. മോശയോട് കൽപ്പിച്ചതുപോലെ അവർ സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കുമ്പോഴും ബലിപീഠത്തെ സമീപിക്കുമ്പോഴും ക്ഷാളന കർമ്മം അനുഷ്ഠിച്ചു പോന്നു. അവൻ കൂടാരത്തിനും ബലിപീഠത്തിനും ചുറ്റും അങ്കണമുണ്ടാക്കി. അങ്കണ കവാടത്തിൽ യവനികയിട്ടു. അങ്ങനെ മോശ ജോലി ചെയ്തു തീർത്തു. അപ്പോൾ ഒരു മേഘം സമാഗമ കൂടാരത്തെ ആവരണം ചെയ്തു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മോശയ്ക്ക് സമാഗമ കൂടാരത്തിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ല, കാരണം മേഘം അതിനെ ആവരണം ചെയ്തിരുന്നു. കർത്താവിന്റെ മഹത്വം കൂടാരത്തിൽ നിറഞ്ഞു നിന്നു. മേഘം കൂടാരത്തിൽ നിന്ന് ഉയരുമ്പോഴാണ് ഇസ്രായേൽ ജനം യാത്ര പുറപ്പെട്ടിരുന്നത്. മേഘം ഉയർന്നില്ലെങ്കിൽ അത് ഉയരുന്ന ദിവസം വരെ അവർ പുറപ്പെട്ടിരുന്നില്ല. കർത്താവിന്റെ മേഘം പകൽ സമയത്ത് കൂടാരത്തിന് മുകളിൽ നിലകൊണ്ടിരുന്നു. രാത്രി സമയത്ത് മേഘത്തിൽ അഗ്നി ജ്വലിച്ചിരുന്നു. ഇസ്രായേൽ ജനം യാത്രയുടെ ഓരോ ഘട്ടത്തിലും ഇത് ദർശിച്ചു. ദൈവത്തിന്റെ പ്രവാചകനായ യെശയ്യായ്ക്ക് ദേവാലയത്തിൽ വച്ചുണ്ടായ ദർശനത്തെക്കുറിച്ചും യെശയ്യായുടെ ദൗത്യത്തെക്കുറിച്ചും വിവരിക്കുന്ന വചനഭാഗമാണ് 2-ാം വായനയിൽ നാം ശ്രദ്ധിക്കുന്നത്. എന്റെ സഹോദരൻ, യെശയ്യായുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന അധ്യായം 6 1 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവെ ആശീർവദിക്കണമേ. ഉസിയ രാജാവ് മരിച്ച വർഷം കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടനായിരിക്കുന്നത് ഞാൻ കണ്ടു.
അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തെ ചുറ്റും സെറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതം ഉണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചുകൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങളുടെ കർത്താവ് പരിശുദ്ധൻ. ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. അവയുടെ ശബ്ദാഘോഷത്താൽ പൂമുഖത്തിന്റെ അടിസ്ഥാനങ്ങൾ ഇളകുകയും ദൈവാലയം ധൂമപൂരിതമാവുകയും ചെയ്തു. ഞാൻ പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു. എന്തെന്നാൽ ഞാൻ അശുദ്ധമായ അധരങ്ങളുള്ളവനും അശുദ്ധമായ അധരങ്ങളുള്ളവരുടെ മധ്യേ വസിക്കുന്നവനുമാണ്. എന്തെന്നാൽ സൈന്യങ്ങളുടെ കർത്താവായ രാജാവിനെ എന്റെ നയനങ്ങൾ ദർശിച്ചിരിക്കുന്നു. അപ്പോൾ സെറാഫുകളിലൊന്ന് ബലിപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ട് എടുത്ത ഒരു തീക്കനലുമായി എന്റെ അടുത്തേക്ക് പറന്നു വന്നു. അവൻ എന്റെ അധരങ്ങളെ സ്പർശിച്ചിട്ട് പറഞ്ഞു, ഇത് നിന്റെ അധരങ്ങളെ സ്പർശിച്ചിരിക്കുന്നു. നിന്റെ മാലിന്യം നീക്കപ്പെട്ടു, നിന്റെ പാപം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അതിനുശേഷം കർത്താവ് അരുളി ചെയ്യുന്നത് ഞാൻ കേട്ടു. ആരെയാണ് ഞാൻ അയക്കുക? ആരാണ് നമുക്ക് വേണ്ടി പോവുക? അപ്പോൾ ഞാൻ പറഞ്ഞു, ഇതാ ഞാൻ, എന്നെ അയച്ചാലും. അവിടെ നിന്ന് അരുളി ചെയ്തു, പോവുക. ഈ ജനത്തോട് പറയുക, നിങ്ങൾ വീണ്ടും വീണ്ടും കേൾക്കും, മനസ്സിലാക്കുകയില്ല. നിങ്ങൾ വീണ്ടും വീണ്ടും കാണും, ഗ്രഹിക്കുകയില്ല. അവർ കണ്ണുകൊണ്ട് കാണുകയും ചെവി കൊണ്ട് കേൾക്കുകയും ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയും അങ്ങനെ മാനസാന്തരപ്പെട്ട് സൗഖ്യം പ്രാപിക്കുകയും ചെയ്യാതിരിക്കേണ്ടതിന് അവരുടെ ഹൃദയങ്ങളെ കഠിനമാക്കുകയും ചെവികളെ മന്ദീകരിപ്പിക്കുകയും കണ്ണുകളെ അന്ധമാക്കുകയും ചെയ്യുക. കർത്താവെ, ഇത് എത്ര നാളത്തേക്ക് എന്ന് ഞാൻ ചോദിച്ചു. അവിടെ അരുളി ചെയ്തു, നഗരങ്ങൾ ജനവാസമില്ലാതെയും ഭവനങ്ങൾ ആൾപ്പാർപ്പില്ലാതെയും ശൂന്യമായി ദേശം മുഴുവൻ വിജനമായി തീരുന്നത് വരെ കർത്താവ് ജനത്തെ വിദൂരത്തേക്ക് ഓടിക്കുകയും ദേശത്തിന്റെ മധ്യത്തിൽ നിർജ്ജന പ്രദേശങ്ങൾ ധാരാളമാവുകയും ചെയ്യുന്നതുവരെ അതിൽ ഒരു ദശാംശമെങ്കിലും അവശേഷിച്ചാൽ അവ വീണ്ടും അഗ്നിക്കിരയാകും. തത്വന്റെ വൃക്ഷമോ കരുവേലകമോ വെട്ടിയാൽ അതിന്റെ കുറ്റി നിൽക്കുന്നത് പോലെ അത് അവശേഷിക്കും. ഈ കുറ്റി ഒരു വിശുദ്ധ ബീജം ആയിരിക്കും. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുഭവനത്തിൽ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ.
സർവജ്ഞനായ ഭരണകർത്താവ് തന്റെ ഭവനത്തിൽ വസിക്കുന്നവരുടെ വിസ്മയനീയനായ പരിപാലകനും സകല നന്മകളുടെയും സൗഭാഗ്യങ്ങളുടെയും ഉറവിടവുമായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നാം ഓരോരുത്തരും ദൈവത്തിന്റെ ആലയങ്ങളാണെന്നും ആ ആലയത്തിന് യോജിച്ച വിധത്തിൽ നാം വ്യാപരിക്കേണ്ടത് എങ്ങനെയാണെന്നും പൗലോസ് അപ്പോസ്തലൻ ഉദ്ബോധിപ്പിക്കുന്ന വചനഭാഗം 3-ാം വായനയിൽ നമുക്ക് കേൾക്കാം. എന്റെ സഹോദരനെ, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ പിതാവെ ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവായ മിശിഹ അനുഗ്രഹിക്കട്ടെ. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപ അനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു. എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. യേശു ക്രിസ്തുവിന്റെ അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഈ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും സ്വർണമോ വെള്ളിയോ രത്നങ്ങളോ തടിയോ പുല്ലോ വൈക്കോലോ ഉപയോഗിച്ച് പണിതാലും ഓരോരുത്തരുടെയും പണി പരസ്യമാകും. കർത്താവിന്റെ ദിനത്തിൽ അത് വിളംബരം ചെയ്യും. അഗ്നിയാൽ അത് വെളിവാക്കപ്പെടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന് അഗ്നി തെളിയിക്കുകയും ചെയ്യും. ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കിരയാകുന്നുവോ അവൻ നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെ എന്നവണ്ണം അവൻ രക്ഷ പ്രാപിക്കുകയും ചെയ്യും. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്. ആ ആലയം നിങ്ങൾ തന്നെ. സുവിശേഷ വായനയുടെ സമയമാണ്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് സുവിശേഷ വായനയ്ക്കായി ഒരുക്കാം. ഗായക സംഘം സുവിശേഷ ഗീതം ആലപിക്കുന്നു. നമുക്ക് ശ്രദ്ധാപൂർവ്വം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. യഹൂദരുടെ പെസഹ അടുത്തിരുന്നതിനാൽ
ഈശോ ജെറുസലേമിലേക്ക് പോയി. കാളാട്, പ്രാവ് എന്നിവ വിൽക്കുന്നവരെയും നാണയം മാറ്റാനിരിക്കുന്നവരെയും ദേവാലയത്തിൽ അവൻ കണ്ടു. അവൻ കയറുകൊണ്ടൊരു ചമ്മട്ടി ഉണ്ടാക്കി അവരെല്ലാം ആടുകളോടും കാളകളോടും കൂടെ ദേവാലയത്തിൽ നിന്ന് പുറത്താക്കി. നാണയമാറ്റക്കാരുടെ നാണയങ്ങൾ ചിതറിക്കുകയും മേശകൾ തട്ടിമറിക്കുകയും ചെയ്തു. പ്രാവുകളെ വിൽക്കുന്നവരോട് അവൻ കൽപ്പിച്ചു, ഇവയെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ടുപോകുകയും എന്റെ പിതാവിന്റെ ആലയം നിങ്ങൾ കച്ചവട സ്ഥലമാക്കരുത്. അവിടുത്തെ ആലയത്തെ കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളയുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നതും അപ്പോൾ അവന്റെ ശിഷ്യന്മാർ അനുസ്മരിച്ചു. യഹൂദർ അവനോട് ചോദിച്ചു, ഇത് ചെയ്യുവാൻ നിനക്ക് അധികാരമുണ്ടെന്നതിന് എന്തടയാളമാണ് നീ ഞങ്ങളെ കാണിക്കുക? ഈശോ മറുപടി പറഞ്ഞു, നിങ്ങൾ ഈ ദേവാലയം നശിപ്പിക്കുക, 3 ദിവസത്തിനകം ഞാനത് പുനരുദ്ധരിക്കും. യഹൂദർ ചോദിച്ചു, ഈ ദേവാലയം പണിയുവാൻ 46 സംവത്സരമെടുത്തു, വെറും 3 ദിവസത്തിനകം നീ അത് പുനരുദ്ധരിക്കുമോ? എന്നാൽ അവൻ പറഞ്ഞത് തന്റെ ശരീരമാകുന്ന ആലയത്തെ പറ്റിയാണ്. അവൻ മരിച്ചവരിൽ ഉയർപ്പിക്കപ്പെട്ടപ്പോൾ അവന്റെ ശിഷ്യന്മാർ അവനിത് പറഞ്ഞിരുന്നുവെന്ന് ഓർമ്മിക്കുകയും അങ്ങനെ വിശുദ്ധ ലിഖിതവും ഈശോ പ്രസ്താവിച്ച വചനവും വിശ്വസിക്കുകയും ചെയ്തു. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈ തിരുകർമ്മത്തിന് സഹകാർമ്മികരായ പ്രിയപ്പെട്ട ജനറൽ അച്ഛൻ ആൻഡോ ജയറാം തിരുത്തിയച്ച, മുൻ വികാരിയച്ഛന്, നമുക്കെല്ലാം പ്രിയങ്കരനുമായ പ്രിയപ്പെട്ട തോമസ് പൈനാടത്തച്ച, ഏറെ ത്യാഗപൂർവമായ അധ്വാനത്തിലൂടെ ഇടവക സമൂഹത്തെ മുഴുവനും കൂട്ടായ്മയിൽ ചേർത്ത് നിർത്തി മനോഹരമായി ദേവാലയം പണിതീർത്ത പ്രിയപ്പെട്ട ഫ്രാൻസിസ് അരീക്കലച്ച, ആദരണീയരായ വൈദികരെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയ കുഞ്ഞുമക്കളെ, കിഴക്കമ്പലം സെന്റ് ആന്റണീസ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഇതേറെ സന്തോഷത്തിന്റെയും ചാരിതാർത്ഥ്യത്തിന്റെയും തങ്ങളുടെ നാളിതുവരെയുള്ള സ്വപ്നത്തിന്റെ പൂണിയലിന്റെയും സുദിനമാണ്. നിങ്ങളുടെ ഈ സന്തോഷത്തിൽ ഈ എറണാകുളം അങ്കമാലി അതിരൂപത മുഴുവനും സന്തോഷിക്കുന്നു. ഈ അതിരൂപതയുടെ മുഴുവൻ വികാരങ്ങളും ചേർത്ത് വെച്ച് ഈ ഇടവക സമൂഹത്തെ, പ്രത്യേകിച്ച് നമ്മുടെ സിറോ മലബാർ സഭയ്ക്കും കേരള സഭയ്ക്ക്, പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്ക് തന്നെ അഭിമാനിക്കാൻ പോരുന്ന അതിമനോഹരവും ബൃഹത്തായതുമായ ഒരു ദേവാലയമാണ് നിങ്ങൾ പണിതീർത്തിരിക്കുന്നത്. അതിന് നിങ്ങളോട് ഈ സഭ ഏറെ കടപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ വലിയ കൂട്ടായ്മയുടെയും പരസ്പര സഹകരണത്തിന്റെയും സഭയോടുള്ള അചഞ്ചലമായ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും സാക്ഷ്യമാണ് മനോഹരമായ ഈ ദേവാലയം എന്ന് ഏതൊരു വ്യക്തിക്കും എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ഈ തിരുക്കർമ്മത്തിനിടയിൽ നമ്മൾ ചൊല്ലുന്നൊരു സങ്കീർത്തനമുണ്ട്, കർത്താവേ ദാവീദിനെ ഓർക്കണമേ, അദ്ദേഹം സഹിച്ച കഷ്ടപ്പാടുകൾ അങ്ങ് മറന്നു കളയരുതേ. തീർച്ചയായും ഈ ദേവാലയത്തിന്റെ കൂദാശ കർമ്മം നിർവഹിക്കുമ്പോൾ ഒരുപാട് ദാവീദുമാര് ഇതിനുവേണ്ടി കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ട്, വേർപ്പൊഴുകിയിട്ടുണ്ട്, കണ്ണുനീര് ചിന്തിയിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ആരെല്ലാം എന്നെടുത്തു പറയാൻ എനിക്കറിയാൻ പാടില്ല. പക്ഷേ പ്രിയപ്പെട്ട വികാരിച്ചനെ ആ കാര്യത്തിൽ എടുത്തു പറയേണ്ടതുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. പ്രിയപ്പെട്ട വികാരിച്ചന്റെ കഠിനാധ്വാനത്തെ, സഭാ സ്നേഹത്തെ ഞാൻ ഈ അവസരത്തിൽ ഏറെ നന്ദിയോടെ ഓർക്കുന്നു. നല്ലൊരു കയ്യടിയോട്
നിങ്ങളുടെ കയ്യടിയുടെ തീഷ്ണതയിൽ നിന്ന് തന്നെ വികാരിച്ചതിനോടുള്ള നിങ്ങളുടെ സ്നേഹം എനിക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഫ്രാൻസിസ് അച്ഛനാണ് ഇത് പണിതത്. അന്തോനീസ് പുണ്യാളന്റെ പള്ളിയാണ് പണിതത്. അതുകൊണ്ട് ഇതൊരു ഫ്രാൻസിസ്കൻ ആധ്യാത്മികതയിലാണ് ഈ ദേവാലയം പണിയപ്പെട്ടിരിക്കുന്നത്. ഫ്രാൻസിസ് പുണ്യാളന്റെ ശിഷ്യനായിരുന്നു വിശുദ്ധ അന്തോനീസ് പുണ്യാളൻ എന്ന് നമുക്കറിയാം. പക്ഷെ ഇവിടെ നേരെ തിരിച്ചു പോയെന്നേ ഉള്ളൂ. അന്തോനീസ് പുണ്യാളന്റെ ശിഷ്യനായ വികാരിച്ചനാണ് ഈ ദേവാലയം പണിതീർത്തിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ ദേവാലയത്തിന്റെ അർത്ഥവും അതിലൂടെ ദൈവം ലക്ഷ്യം വയ്ക്കുന്നത് എന്തെന്നും തിരുവചനങ്ങളിലൂടെ അവിടുന്ന് നമ്മളെ പഠിപ്പിക്കുകയായി. ആദ്യ വായനയിൽ ദൈവമായ കർത്താവ് മോശയ്ക്ക് സമാഗമ കൂടാരം എങ്ങനെ നിർമ്മിക്കണം എന്നുള്ള നിർദ്ദേശമാണ്. സമാഗമ കൂടാരമാണ് എല്ലാ ദേവാലയവും. സമാഗമ കൂടാരം, അതിൻ്റെ ഇംഗ്ലീഷ് ദ ടെന്റ് ഓഫ് മീറ്റിംഗ് എന്നാണ്. ദൈവവും മനുഷ്യനും കണ്ടുമുട്ടുന്ന സ്ഥലം, അതാണ് ദേവാലയം. പ്രിയപ്പെട്ടവരെ, ദൈവത്തെ കണ്ടുമുട്ടാൻ ഈ ആലയത്തിൽ പ്രവേശിച്ചാൽ മതി. ഈ ആലയത്തിൽ പ്രവേശിക്കുന്നവർക്ക് ഉത്തരം നൽകാൻ ദൈവമായ കർത്താവ് ഇവിടെ സദാ സന്നിഹിതനാണ് എന്നുള്ളതിന്റെ സാക്ഷ്യമാണ് ഈ ദേവാലയ കൂദാശയിലൂടെ സംഭവിക്കുക. സമർപ്പിക്കപ്പെട്ട സമാഗമ കൂടാരത്തെ കുറിച്ച് മോശ പറയുകയാണ്. ആ കൂടാരത്തിന്റെ മുകളിൽ കർത്താവിന്റെ മഹത്വം മേഘമായി ആവരണം ചെയ്തിരുന്നു. ആ മേഘം കൂടാരത്തെ ആവരണം ചെയ്തിരുന്ന കാലമത്രയും അവർ സഞ്ചരിച്ചേയിരുന്നേയില്ല. അതേസമയം മേഘം നീങ്ങി തുടങ്ങുമ്പോൾ അവർ സഞ്ചാരം തുടരുമായിരുന്നു. പ്രിയപ്പെട്ടവരെ, അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ദേവാലയത്തിൽ വരുന്നവർക്കെല്ലാം എങ്ങോട്ടാണ് പോകേണ്ടത്, ഏത് ദിശയിലാണ് നാം സഞ്ചരിക്കേണ്ടത്, ഏത് തീരുമാനമാണ് നാം എടുക്കേണ്ടത്, നമ്മളെ കുടുംബത്തെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ച്, ഭാവിയെ കുറിച്ച്, നമ്മുടെ ബിസിനസിനെ കുറിച്ച് ശരിയായ തീരുമാനമെടുക്കണമെങ്കിൽ ഈ ദൈവ സാന്നിധ്യത്തിന്റെ മഹത്വം നിഴൽ വിരിച്ചു നിൽക്കുന്ന ഈ തിരുസന്നിധിയിൽ വരണം എന്നാണ് ആ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. കിഴക്കമ്പലം ദേശവാസികൾക്ക് ഇനി കർത്താവിന്റെ തിരുഹിതം അറിയുവാൻ അവിടുന്ന് മനോഹരമായ ഈ ആലയം സജ്ജമാക്കിയിരിക്കുക. ഇതെങ്ങനെയും ഒരു കെട്ടിടം പണിയുന്നല്ല ദേവാലയം. മോശ അത് നിർമ്മിച്ചതിനെ കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ് തിരുവചനത്തില്: കർത്താവ് കൽപ്പിച്ചതുപോലെ മോശ എല്ലാം കുറ്റമറ്റ രീതിയിൽ നിർമ്മിച്ചു എന്നും ദൈവമായ കർത്താവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് ദേവാലയം പണിയുന്നത്. ദേവാലയം എല്ലാവർക്കും പണിയാൻ പറ്റിയ, മറിച്ച് ദൈവം അതിനുവേണ്ടി പ്രത്യേകം നിയോഗിച്ച വ്യക്തികൾക്ക് ദേവാലയം പണിയാൻ പറ്റും. എല്ലാ അച്ഛന്മാരും പള്ളി പണിയാൻ യോഗ്യരല്ല, അതിന് പറ്റിയവരുമല്ല. ദൈവം യെരൂശലേം ദേവാലയം പണിയാൻ ദാവീദ് രാജാവ് മോഹിച്ചു. ദാവീദ് പറഞ്ഞു, കർത്താവേ, അങ്ങേക്കൊരു ആലയം പണിയുന്നത് വരെയും ഞാൻ എൻ്റെ കിടക്കയിൽ കിടക്കുകയാണ്. ദൈവം പറഞ്ഞു, നീ എനിക്ക് ആലയം പണിയണം. നീ പണിതാൽ ഞാൻ അവിടെ വസിക്കുകയാണ്. കാരണം നിന്റെ കരങ്ങൾ സംശുദ്ധമല്ല. അതൊരു ഓർമ്മപ്പെടുത്തലാണ്. ദേവാലയം നിർമ്മിക്കുക എന്ന് പറയുന്നത് അത് ദൈവത്തിന്റെ പ്രത്യേകമായ നിയോഗവും തെരഞ്ഞെടുപ്പുമുള്ള വൈദികർക്കാണ് അതിനുള്ള ഭാഗ്യവും അനുഗ്രഹവും കിട്ടിയിരിക്കുക. മോശയെ പോലെ, സോളമനെ പോലെ ആ ഭാഗ്യം കിഴക്കമ്പലം ദേശത്തിന് വേണ്ടി നിർവഹിക്കാനുള്ള അനുഗ്രഹം നമ്മുടെ പ്രിയപ്പെട്ട ഫ്രാൻസിസ് അച്ഛനാണ് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും അതൊരു ദൈവീക നിയോഗമാണ്. അതുകൊണ്ടാണ് എല്ലാം ഏറെ മനോഹരമായി കർത്താവ് കൽപ്പിച്ചതുപോലെ മോശയെല്ലാം കുറ്റമറ്റതുപോലെ നിർവഹിച്ചു എന്ന് പറഞ്ഞതുപോലെ എല്ലാം കൃപയോടെ പൂർത്തിയാക്കാൻ നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് സാധിച്ചത്. രണ്ടാമത്തെ വായനയില് ദേവാലയം എന്നത് ദൈവത്തിന്റെ പരിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് എന്നും
ആ സ്ഥലത്ത് പ്രവേശിക്കണമെങ്കിൽ നമ്മുടെ ശരീരമാകുന്ന ദേവാലയത്തെ പരിശുദ്ധമായി പരിരക്ഷിക്കണമെന്ന് കർത്താവ് പറയുകയും അപ്പസ്തോലനായ പൗലോസിലൂടെയാണ് ആ സന്ദേശം നൽകിയത്. ദേവാലയം ദൈവത്തിന്റെ പരിശുദ്ധി നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്. ഈ സ്ഥലത്ത് പ്രവേശിക്കുന്നവരോട് കർത്താവ് ചോദിക്കുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ: നിന്റെ ശരീരമാകുന്ന ദേവാലയത്തെ പരിശുദ്ധമായി സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ ഈ ആലയത്തിൽ നിനക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ ഇവിടെ കുടികൊള്ളുന്ന ദൈവീക ചൈതന്യത്തെ തിരിച്ചറിയാനും ദൈവമഹത്വത്തിന്റെ പരിശുദ്ധി സ്വാംശീകരിക്കാനും നമുക്ക് സാധിക്കുകയുള്ളൂ എന്നാണ് അപ്പോസ്തലൻ പറയുക. ശരീരത്തെ മലിനമാക്കുന്ന തിന്മകൾ എന്തൊക്കെയെന്ന് ശ്ലീഹാ തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. വിഗ്രഹാരാധന, വ്യഭിചാരം, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, ഇവയ്ക്ക് സദൃശമായ പ്രവൃത്തികളും നമ്മുടെ ശരീരത്തെ മലിനമാക്കുന്നു എന്ന് ശ്ലീഹാ പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിലും പ്രസക്തമായ സത്യമാണ്. ദേവാലയത്തിൽ വരുന്നവൻ ദൈവത്തെ ആരാധിക്കാനുള്ള നിശ്ചയത്തോടെ വരണം. സത്യദൈവത്തെ മാത്രമേ ആരാധിക്കുകയുള്ളൂ എന്ന ചിന്തയോട് ഈ ആലയത്തിൽ പ്രവേശിക്കണം. അതുപോലെ ശരീരത്തെ മലിനമാക്കുന്ന മദ്യവും ലഹരി വസ്തുക്കളും ഈ ദേവാലയത്തിൽ പ്രവേശിക്കുന്നവന്റെ ശരീരത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് കർത്താവ് മുന്നറിയിപ്പ് തരുമ്പോൾ, ദേവാലയം എന്നത് കേവലം കല്ലും മണ്ണും സിമെന്റും കമ്പിയും തടിയും ഉപയോഗിച്ചുകൊണ്ട് നാം പടുത്തുയർത്തിയ ഒരു കെട്ടിടമല്ല, മറിച്ച് ഇത് ദൈവ സാന്നിധ്യത്തിന്റെ സ്ഥലം. ഇവിടെ കടന്നു വരണമെങ്കിൽ സ്വർഗത്തിന്റെ മുന്നാസ്വാദനമായി ദേവാലയത്തിൽ കടന്നു വരണമെങ്കിൽ നമ്മുടെ ആത്മാവിലും മനസ്സിലും ശരീരത്തിലും സംശുദ്ധി സൂക്ഷിക്കണം എന്ന് കർത്താവ് പറയുന്നതിന്റെ പൊരുള് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ദേവാലയത്തിന്റെ ഏറ്റവും മനോഹരമായ അർത്ഥം സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞു തന്നു. ദേവാലയം എന്നത് നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ശരീരം. ഉദ്ധിതനായ മിശിഹാ തമ്പുരാൻ തന്റെ വിജയ പതാകയുമായി ശിരസുയർത്തി നിൽക്കുന്നത് ഈ ദേവാലയമാകുന്ന സത്യത്തിലാണ്. എന്നാളിന് കൊടി ഉയർത്താൻ വേണ്ടി എന്ന് നമുക്ക് തോന്നും. അല്ല, സാത്താന്റെ മേൽ വിജയം നേടിയവനാണ് എന്ന് നിത്യമായും സത്യമായും പ്രഘോഷിക്കുന്നതാണ് ദേവാലയത്തിന്റെ മുന്നിലെ കൊടിമരമെന്നോർക്കുക. മുഖവാരം എന്നാണ് നമ്മൾ ദേവാലയത്തിന്റെ മുൻഭാഗത്തെ വിളിക്കുക. എന്തിന്റെ മുഖമാണത്? നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ മുഖമാണ്. ഓരോ ദേവാലയവും നമ്മുടെ കർത്താവ് ശിരസുയർത്തി മരണത്തിന്റെ മേൽ, സാത്താന്റെ മേൽ അവൻ നേടിയ വിജയത്തെ പ്രഘോഷിക്കുന്ന ആലയമാണ് എന്ന സത്യം പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയെടുക്കേണ്ട യാഥാർത്ഥ്യമാണ്. ഈ ആലയം കർത്താവിന്റെ വിജയം പ്രഘോഷിക്കുന്ന സ്ഥലമാണ്. ഇവിടെ തിന്മയുടെ ശക്തികളുടെ മേൽ ദൈവമായ കർത്താവ് വിജയം വരിച്ചു എന്നുള്ളതിന്റെ സൂചനയാണ്. മലയാളത്തിലെ ഒരു നോവലിൽ ഒരു പള്ളിയുടെ കഥ പറയുമ്പോൾ ഇങ്ങനെ പറയുന്നു. സക്കറിയായുടെ വസൂരിയിലാണ്, കാക്കനാടന്റെ നോവലാണ്, വസൂരിയിലാണത്. പാറേപ്പള്ളിയുടെ മുന്നിൽ പരിശുദ്ധ ദൈവമാതാവ് 12 കുട്ടിപ്പിശാചുകളെ കണ്ടുമുട്ടുന്ന ഒരു രംഗം കഥയായി ഐതിഹ്യമായി ചേർത്തിരിക്കുന്നിങ്ങനെ. പള്ളിയുടെ അർത്ഥം മനസ്സിലാക്കാൻ നല്ലതായതുകൊണ്ട് ഞാൻ ആ കഥ പറയും. മാതാവ് ഈ പിശാചുക്കള് കൊട്ടയിലും വട്ടിയിലും എന്തൊക്കെയോ ചുമന്നുകൊണ്ട് പോകും. വന്നപ്പോൾ മാതാവ് ചോദിച്ചു, ഇങ്ങോട്ടാണ് ഈ കൊണ്ടുപോകും? പിശാചുക്കൾ വാ വിളിച്ചാൽ നുണയല്ലേ പറയും. പിശാച് നുണ പറഞ്ഞു മാതാവിനോട്. എന്താ പറഞ്ഞ്? ദേ മാതാവേ, നാട്ടിൽ മുന്തിയ നെൽവിത്തുകൾ വിതയ്ക്കാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്. പക്ഷേ ദൈവമാതാവിനറിയാം
അവന്മാര് വസൂരിയുടെ അണുക്കൾ വിതയ്ക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. വിതയ്ക്കണേ നല്ല ഇളക്കമുള്ള മണ്ണ് വേണ്ടേ എന്ന് മാതാവ് ചോദിച്ചു. ആ, മണ്ണ് വേണം. നിങ്ങൾ ഈ നത്തപ്പാതിലേക്ക് എവിടെ പോയി മണ്ണിളക്കാൻ? ഞാൻ മണ്ണ് കാണിച്ചത്. മാതാവ് ആ ചന്തയുടെ അരികിലുണ്ടായിരുന്ന 2 ഏക്കർ വലിപ്പമുള്ളൊരു പാറ പൊക്കി, ഇത് ഇളകിയ മണ്ണ് ഇവിടെ വിതച്ചോളാം. വിതച്ചു. വിതയ്ക്കാൻ വേണ്ടി പിശാചുക്കൾ അങ്ങോട്ട് കയറിയത് മാതാവ് പാറ തിരിച്ചു വെച്ചു. പിശാചുക്കൾ അതിന്റെ ഇടിയുന്നത്. ആ പാറമേൽ പണിതത് കൊണ്ടാണ് അതിന് പാറയപ്പള്ളി എന്ന് പേര് വന്നത് എന്നാണ് കഥ പറഞ്ഞത്. ഇത് നോവലിസ്റ്റിന്റെ ഭാവനയാണ്. ഞാൻ അവിടെ പോയപ്പോൾ അവിടുത്തെ ആളുകളോട് ചോദിച്ചു. അവർ പറഞ്ഞ് അയാൾ ഞങ്ങളുടെ കഥ അടിച്ചു മാറ്റിയത്, ഞങ്ങളുടെ പണ്ടേ പറഞ്ഞുകൊണ്ടിരുന്ന കഥ. ദേവാലയം ഒരു ഓർമ്മപ്പെടുത്തലാണ്. ആ ദേശത്ത് ഇനിമേൽ സാത്താൻ ഇടമില്ല. തിന്മയുടെ ഒരു ശക്തിക്കും ഇനി ആ ദേശത്തിന്റെ മേല് ആധിപത്യമില്ല എന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ സത്യമായും പ്രഘോഷിക്കുന്നതിന്റെ അടയാളമാണ് പ്രിയപ്പെട്ടവരെ ശിരസുയർത്തി നിൽക്കുന്ന മനോഹരമായ ഈ ദേവാലയം. അതുകൊണ്ട് തന്നെ തിന്മയിൽ നിന്ന് അകന്നു നിൽക്കാൻ, ഇനി നമ്മെയും നമ്മുടെ തലമുറകളെയും അധീനമാക്കാൻ സാത്താന് അവകാശമില്ല, അധികാരമില്ല എന്ന് ഒരു ജനം വിശ്വാസത്തോടെ പ്രഘോഷിച്ചതാണ് ഈ ദേവാലയത്തിന്റെ നിർമ്മാണം. ഒരു ദേവാലയ നിർമ്മാണം എന്ന് പറയുന്നത് ഒരു ദേശത്തിന്റെ വിശ്വാസത്തിന്റെ പ്രഘോഷണം. തിരുമേനി കടന്നു വരുന്നു. നമുക്ക് കരഘോഷങ്ങളോടെ പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് സന്തോഷിക്കാം, ദൈവത്തിന് നന്ദി പറയാം. ഈ ദേവാലയത്തിൽ നിന്ന് അനസ്യൂതം ദൈവസ്തുതികൾ ഉയരുന്നതിന് ഇന്ന് മുതൽ ഇടവരട്ടെ. കർത്താവിന്റെ തിരുഹിതത്തിന് വിരുദ്ധമായതൊന്നും നമ്മുടെ ഹൃദയത്തിലും ഈ ദേശത്തും സംഭവിക്കാതിരിക്കാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രാർത്ഥനകൾക്കായി നമുക്ക് എഴുതി വെക്കാം. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ കർത്താവേ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ പിതാവേ, ആശ്വാസദായകനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയോട് ഞങ്ങൾ വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ കൃപാവരം ഞങ്ങളിൽ നിറയ്ക്കണമേ. അങ്ങയുടെ ദാനങ്ങൾ ഞങ്ങളുടെ കരങ്ങൾ വഴി വർഷിക്കണമേ. അങ്ങയുടെ കൃപയും അനുഗ്രഹവും അങ്ങ് കാരുണ്യാതിരേകത്താൽ തിരഞ്ഞെടുത്ത് അങ്ങയുടെ അജഗണമായ ജനം മുഴുവന്റെയും കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. സർവശക്തനാഥനാ ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാ ഞങ്ങളങ്ങയിൽ
പുരോഹിതന്മാർ, ശമാശന്മാർ, സന്യാസിനി, സന്യാസിമാർ എന്നിവർക്ക് വേണ്ടിയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രീപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ, ബന്ധുമിത്രാദികൾ എന്നിവർക്ക് വേണ്ടിയും മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളും എല്ലാ ഭരണാകർത്താക്കൾക്കു വേണ്ടിയും നമുക്കിപ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കാം. വിശുദ്ധീകരണത്തിന്റെ ഉറവിടമായി തീരാനുള്ള ബലിപീഠത്തിന്റെ കൂദാശയ്ക്ക് ഒരുക്കമായി കാർമ്മികൻ തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. കർത്താവേ, ബലവാനായ ദൈവമേ, അങ്ങയുടെ കാരുണ്യത്താലും കൃപാവര സഹായത്താലും എന്നെ ശക്തിപ്പെടുത്തണമേ. ഈ ബലിപീഠത്തിന്റെ കൂദാശയ്ക്കുള്ള നിർമ്മല പ്രാർത്ഥനകളാകുന്ന കാഴ്ചകൾ സമർപ്പിക്കുവാൻ എന്നെ യോഗ്യനാക്കണമേ. പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങളുടെ പരികർമ്മത്തിനും അങ്ങയുടെ പരിശുദ്ധ നാമത്തിന്റെ സ്തുതിക്കും ബഹുമാനത്തിനും സ്തുത്യർഹമായ അങ്ങയുടെ ത്രിത്വത്തിന്റെ ആരാധനയ്ക്കുമായി ഈ ബലിപീഠത്തിന്റെ കൂദാശ പൂർണ്ണമാവുകയും ചെയ്യട്ടെ. കർത്താവേ, സർവശക്തനായ ദൈവമേ, അങ്ങ് മനുഷ്യനിർമ്മിതങ്ങളായ ആലയങ്ങൾക്കും ആകാശങ്ങൾക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം അപരിമേയനും അഗ്രാഹ്യനുമാകുന്നു. എങ്കിലും ബലഹീനരായ ഞങ്ങളുടെ സംരക്ഷണത്തിനായി ഭൂമിയിൽ അങ്ങേ ഭവനം ഞങ്ങൾക്ക് നൽകി. കരവേലയല്ലാത്തതും വലുതും പൂർണ്ണവുമായ ഭവനം അങ്ങ് സ്വർഗത്തിൽ ഞങ്ങൾക്കായി സജ്ജമാക്കുകയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹ എല്ലാവർക്കും മുൻപേ ഞങ്ങൾക്ക് വേണ്ടി അതിൽ പ്രവേശിക്കുകയും ചെയ്തു. അങ്ങയുടെ ബഹുമാനത്തിനുള്ള ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെടുന്ന ആലയങ്ങളിൽ വസിക്കുന്നതിന് കൃപാപൂർവം അങ്ങ് തിരുമനസ്സായി. കർത്താവേ, ഞങ്ങളിപ്പോൾ
കർത്താവായ അങ്ങയോട് അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. മോശെ വഴി ആദ്യ കൂടാരത്തെ അങ്ങ് വേർതിരിക്കുകയും സ്ലേമോൻ വഴി സഹിയോനിലെ ആലയത്തെ സജ്ജമാക്കുകയും അങ്ങയുടെ അനുഗ്രഹീത സഭയെ വിശുദ്ധീകരിക്കുകയും ചെയ്തതുപോലെ അങ്ങയുടെ ബഹുമാനത്തിനായി പണിയപ്പെട്ടിരിക്കുന്ന ഈ ദേവാലയത്തെ വേർതിരിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യണമേ. മനോഹരമായ ഈ സ്ഥലം അങ്ങയുടെ വാസസ്ഥലമായി തീരട്ടെ. അങ്ങയുടെ സുന്ദരവും പരിശുദ്ധവും ജീവദായകവുമായ രഹസ്യങ്ങൾ ഇവിടെ പരികർമ്മം ചെയ്യപ്പെടട്ടെ. നിർമ്മല മനസാക്ഷിയോടും വിശുദ്ധ വിചാരങ്ങളോടും കൂടെ ഇവ അനുഷ്ഠിക്കുന്നവർക്ക് കടങ്ങളുടെ പൊറുതി ലഭിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഞങ്ങൾ സ്തുതിയും ആരാധനയും പുകഴ്ചയും സമർപ്പിക്കും, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിങ്ങളോടുകൂടെ കർത്താവേ, ശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുന്ന സ്വർഗീയ നിക്ഷേപാലയമേ, ഞങ്ങളുടെ ആഗ്രഹങ്ങളും ചിന്തകളും അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തും. കണ്ണുകൾ താഴ്ത്തി കൈകൾ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ അപേക്ഷിക്കുകയും യാചിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ എന്റെ കർത്താവേ, മനുഷ്യരുടെ സഹായത്തിനും രക്ഷയ്ക്കും പര്യാപ്തവും ഉപകാരപ്രദവുമായ സകലതും എല്ലാ തലമുറകളിലും അങ്ങ് നിറവേറ്റുകയും പൂർത്തിയാകുകയും ചെയ്തിട്ടുണ്ടല്ലോ. പൂർവകാലങ്ങളിൽ തൈലാഭിഷേകം വഴി ഭൗമിക രാജാധികാരത്തിന്റെ പൂർണ്ണതയും താൽക്കാലിക പൗരോഹിത്യത്തിന്റെ ശുശ്രൂഷയും അങ്ങ് കനിഞ്ഞു നൽകി. അങ്ങയുടെ പ്രിയപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹാ വഴി അങ്ങ് തെരഞ്ഞെടുത്ത വിശുദ്ധ സ്ത്രീഹന്മാർക്ക് വിശ്വാസികളുടെ ആന്തരിക രൂപവൽക്കരണത്തിനും എല്ലാ മനുഷ്യരുടെയും ജീവനും ശക്തിക്കും ആശ്വാസത്തിനുമായി രോഗശാന്തിയുടെ വരവും ദൈവീക ശക്തിയും നൽകി അവർ തങ്ങളുടെ പ്രബോധനം വഴി നിത്യരാജ്യത്തിനുള്ള പ്രത്യാശ ഞങ്ങൾക്ക് പ്രദാനം ചെയ്തു. എന്റെ കർത്താവേ, ദുർഭകരും നിസാരരും ബലഹീനരുമായി ദാസരങ്ങയുടെ ഏകജാതന്റെ കൃപാവരത്താൽ പ്രത്യാശാപൂർവം അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. കർത്താവേ, അങ്ങയുടെ ദാസന്മാർക്ക് അങ്ങ് ശക്തി നൽകുകയും അവർ ഈ ആലയം അങ്ങയുടെ പരിശുദ്ധനാമത്തിന്റെ മഹത്വത്തിനായി നിർമ്മിക്കുകയും സജ്ജീകരിക്കുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ ദാസനായ മോശെ നിർമ്മിച്ച ആദ്യ കൂടാരത്തിൽ അങ്ങ് വാസം ഉറപ്പിച്ചതുപോലെ ദിവ്യരഹസ്യങ്ങൾ നിറഞ്ഞ ഭോജനശാലയും പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളുടെ കൃപയാൽ അങ്ങ് നിറച്ചതുപോലെ ഇതിനെയും നിറയ്ക്കുകയും അങ്ങയുടെ കാരുണ്യത്താൽ വേർതിരിക്കുകയും വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. അത് പീഡിതരുടെ ആത്മാക്കൾക്ക് ആശ്വാസത്തിനും ദുഃഖിതർക്ക് സങ്കേതത്തിനും എല്ലാ മനുഷ്യരുടെയും കടങ്ങളുടെയും പാപങ്ങളുടെയും പൊറുതിക്കും കാരണമാകട്ടെ. അങ്ങയുടെ ആരാധ്യവും മഹനീയവും പരിശുദ്ധവുമായ നാമത്തിൽ ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ പുകഴ്ത്തുകയും ചെയ്യട്ടെ. നിങ്ങൾ ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവേ, പരിശുദ്ധാത്മാവിന്റെ ആവാസം വഴി ഈ തൈലത്തെ കൃപാപൂർവം ആശീർവദിക്കുകയും കാരുണ്യപൂർവ്വം വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. വിശുദ്ധീകരിക്കുന്ന ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിനായി ഈ ബലിപീഠവും അങ്ങയുടെ തിരുനാമസ്തുതിക്കായി ഈ ആലയവും ഈ തൈലം കൊണ്ട് അഭിഷേകം ചെയ്യപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും ചെയ്യട്ടെ. നിർമ്മലമായും വിശുദ്ധമായും അങ്ങയുടെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുന്നതിന് ഞങ്ങളെല്ലാവരെയും കാരുണ്യപൂർവ്വം യോഗ്യരാക്കണമേ.
സ്വർഗീയ സൈന്യങ്ങളോടൊത്ത് ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോൾ എപ്പോൾ എന്നേക്കും. ഈ ബലിപീഠത്തിന്റെയും ഈ ആലയത്തിന്റെയും ആശീർവാദത്തിനും വിശുദ്ധീകരണത്തിനുമായി സജീവവും ജീവദായകവുമായ ശ്രീവായുടെ അടയാളത്താൽ ഈ തൈലം റോഷ്മായി ചെയ്യപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ. അഭിഷേകം ചെയ്യുന്നു. പ്രാർത്ഥനാപൂർവം നമുക്ക് ഈ സമയം ആയിരിക്കാം. പരികർമ്മത്തിനും സർവശക്തനായ ദൈവത്തിന്റെ നാമമഹത്വത്തിനുമായി ഈ ബലിപീഠം വേർതിരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും പിതാവിന്റെ നാമത്തിൽ ഉസ്മയിക്കപ്പെടുകയും പുത്രന്റെ നാമത്തിൽ വിശുദ്ധീകരിക്കപ്പെടുകയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ വേർതിരിക്കപ്പെടുകയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ബലിപീഠം പൂർണ്ണമായും റോഷ്മ ചെയ്യപ്പെട്ടു കഴിഞ്ഞു. തുടർന്ന് മദ്ബഹയിലെ ചുമരുകളും പ്രധാന കവാടവും ഇരുവശങ്ങളിലെ കവാടങ്ങളും അതോടൊപ്പം ബേസ്കസുകളും ദൈവത്തിന്റെ നാമമഹത്വത്തിനുമായി ഈ വിശുദ്ധ സ്ഥലം ശുശ്രൂഷ നിർവഹണത്തിനുമായി ഈ ബലിപീഠവും ദേവാലയവും വേർതിരിക്കപ്പെടുകയും പൗത്രീകരിക്കപ്പെടുകയും പരിപൂർണമാക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. ഇതിന്റെ പൂജ്യതയ്ക്കിണങ്ങാത്തതൊന്നും ഇതിൽ സംഭവിക്കാതിരിക്കട്ടെ. വിശുദ്ധമായ ഈ ഭവനം വെടിപ്പായും നിർമ്മലമായും സൂക്ഷിക്കപ്പെടട്ടെ. ഈ ദേവാലയം നിങ്ങൾക്കും ഈ ഇടവകാ സമൂഹത്തിനും ഈ ദേശത്തിന് നിരന്തരമായ ദൈവാനുഗ്രഹത്തിന്റെ ഉറവിടമായിരിക്കുകയും ചെയ്യട്ടെ. പിതാവിന്റെയും
പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. Marga,